നമസ്കാരം. പ്രധാന വാർത്തകൾ. 14 വയസ്സുകാരി ആശിർ നന്ദയുടെ ആത്മഹത്യ. എഫ്ഐആറിൽ ഗുരുതര വീഴ്ച. മരിച്ചത് ആൺകുട്ടിയെന്ന് എഫ്ഐആറിൽ. ഇത് കേസ് ദുർബലപ്പെടുത്താനുള്ള ശ്രമമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്നും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി തകർന്ന റോഡിൽ ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് പ്രവൃത്തികൾ. ഇവിടെ വൺവേ സംവിധാനം കൊണ്ടുവരണമെന്ന് അങ്ങാടിപ്പുറത്തെ വ്യാപാരികൾ. നവീകരണം നടക്കുന്ന മണ്ണാർക്കാട് ആനമൂളി റോഡിൽ യാത്ര ദുരിതപൂർണം. ചിറപ്പാടം മുതൽ ആനമൂളി വരെ റോഡ് ചെളിക്കുളം. 2 വർഷമായിട്ടും നവീകരണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം. പട്ടാമ്പി നഗരത്തിലെ റോഡ് തകർച്ചയ്ക്കെതിരെ പ്രതിഷേധം. കുഴികളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ചിത്രമുള്ള വാഴകൾ നട്ടായിരുന്നു പ്രതിഷേധം. വാർത്തകൾ വിശദമായി. 14 വയസ്സുകാരി ആശിർ നന്ദയുടെ ആത്മഹത്യ. പോലീസ് എഫ്ഐആറിൽ ഗുരുതര വീഴ്ച. എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത് മരിച്ചത് ആൺകുട്ടിയെന്നാണ്. ഇത് കേസ് ദുർബലപ്പെടുത്താനുള്ള നീക്കമാണെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് ജി വാര്യർ. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി സ്പെഷ്യൽ ടീമിനെ വെച്ച് കേസ് അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആശിർ നന്ദയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നാട്ടുകൽ പോലീസിന്റെ ഭാഗത്തു നിന്നും എഫ്ഐആറിൽ സംഭവിച്ചത് ഗുരുതര വീഴ്ച. എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത് മരിച്ചത് ആൺകുട്ടിയെന്നാണ്. വിഷയത്തിൽ സന്ദീപ് ജി വാര്യർ പോലീസിനെ രൂക്ഷമായാണ് വിമർശിക്കുന്നത്. കേസ് ദുർബലപ്പെടുത്താനുള്ള പോലീസ് നീക്കമാണിത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി സ്പെഷ്യൽ ടീമിനെ വെച്ച് കേസ് അന്വേഷിക്കണമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ഇത്തരം ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ എപ്പോഴാണ് അവർ മാറ്റുമെന്ന് അറിയിച്ചത്? ഞാൻ ഇന്നലെ ചൂണ്ടിക്കാണിക്കുന്നത് വരെ ഈ എഫ്ഐആർ ഇട്ട ദിവസം എത്രയായി? ഞാൻ ഈ വിഷയം ഇന്നലെ ചൂണ്ടിക്കാണിക്കുന്നത് വരെ അത് മാറ്റാനുള്ള ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എഫ്ഐആർ എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത നിമിഷത്തിലിടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് എഫ്ഐആർ ഇട്ട സമയത്ത് ഇത്രയും ദിവസമായിട്ടും ആ പിശക് അവർ കണ്ടെത്തുകയോ അത് തിരുത്താൻ തയ്യാറാവുകയോ ചെയ്യാതെ ഇന്നലെ ഞാനത് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഇപ്പോൾ കോടതിയെ സമീപിച്ചത് തിരുത്തും എന്ന് പറയുന്നതിൽ എന്ത് കാര്യമുള്ളത്? 1. 2, ഇത് തിരുത്തിയാൽ തന്നെ അത് പ്രതിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം കോടതിക്കകത്ത് അവർക്കൊരു വാദമുഖം തുറക്കാനുള്ള ഒരു അവസരം നൽകുകയാണ് ചെയ്യുന്നത്. ഇത് അറിയാത്ത ആളുകളൊന്നുമല്ലല്ലോ പോലീസിലിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിലുള്ള കാര്യക്ഷമതയില്ലായ്മ, കൃത്യനിർവഹണത്തിൽ അദ്ദേഹം വരുത്തുന്ന ഈ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ, ഇതൊക്കെ പോലീസ് പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല റെക്കോർഡും പരിശോധിക്കേണ്ടതാണ്. വളരെ മോശമായിട്ട് ആളുകളോട് പെരുമാറുകയും അതുപോലെ തന്നെ വനിതാ അഭിഭാഷകയോട് പോലും അങ്ങേയറ്റം മോശമായി പെരുമാറുകയും ചെയ്തതിൻ്റെ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും സർവീസിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നടപടി കാര്യത്തിൽ ആവശ്യമുണ്ട്. ഇത് ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് പോലീസ് അന്വേഷിക്കേണ്ട കേസാണ്. ഇത് ഇരയ്ക്ക് നീതി ലഭ്യമാവുക. പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടി, ഒരു സ്കൂൾ വിദ്യാർത്ഥിനി, സ്കൂളിലെ പീഡനത്തെ തുടർന്ന്, മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇതിനി കേരളത്തിലെ ഒരു രക്ഷിതാക്കൾക്കും ഇതുപോലെ ഒരു ദുഃഖകരമായിട്ടുള്ള അനുഭവം ഉണ്ടായിക്കൂടാ. ഒരു കുടുംബത്തിലും ഇത്തരത്തിൽ ദുഃഖകരമായിട്ടുള്ള അനുഭവം ഉണ്ടായിക്കൂടാ. അതിനുള്ള ജാഗ്രതയാണ് ഈ സമൂഹം പുലർത്തേണ്ടത്. പ്രത്യേകിച്ച് സർക്കാർ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി അവധാനതയോടുകൂടി പെരുമാറുകയും ഈ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ഈ മുഴുവൻ പൊതുസമൂഹം ഉൾപ്പെട്ട ഈ പോരാട്ടത്തിൽ തീർച്ചയായിട്ടും സർക്കാർ അനുഭവപൂർണ്ണമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഈ ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള നടപടി, ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ സാങ്കേതികമായ പിഴവാണ് സംഭവിച്ചതെന്നും പിഴവ് തിരുത്തുമെന്നും പോലീസ് പറഞ്ഞു. ആശിർ നന്ദ പഠിച്ച ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരെ വിഷയത്തിൽ വ്യാപക പ്രതിഷേധവും പരാതിയും ഉയർന്നിരുന്നു. വിദ്യാഭ്യാസ വകുപ്പും ബാലാവകാശ കമ്മീഷനും വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത് അന്വേഷണം നടത്തിവരുന്നുമുണ്ട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്തെ റോഡ് തകർന്ന ഭാഗത്ത് ഇന്റർലോക്ക് കട്ടകൾ പതിപ്പിക്കുന്ന പ്രവൃത്തികൾക്കാണ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം വഴിയുള്ള ഗതാഗതം ജൂൺ 29 മുതൽ ജൂലൈ 5 വരെയാണ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. ജൂലൈ 6 മുതൽ 11 വരെ ചെറിയ വാഹനങ്ങൾ പോകാൻ അനുവദിക്കും. എന്നാൽ ഭാരവാഹനങ്ങൾ അനുവദിക്കില്ല. ഞായറാഴ്ച രാവിലെ 8:30യോടെയാണ് അങ്ങാടിപ്പുറം വഴി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. റോഡ് പൂർണ്ണമായും തുറന്നു കൊടുക്കുന്നതുവരെ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിന് വിവിധ റൂട്ടുകൾ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്.
കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന വലിയ വാഹനങ്ങൾ വള്ളുവമ്പ്രം, മഞ്ചേരി, പാണ്ടിക്കാട് വഴിയും ചെറിയ വാഹനങ്ങൾ ഒരാടംപാലം, വലമ്പൂർ, പട്ടിക്കാട് വഴിയുമാണ് പോകേണ്ടത്. പാലക്കാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഇതേ റൂട്ടിലൂടെയാണ് പോകേണ്ടത്. മലപ്പുറം ഭാഗത്തു നിന്നും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന വാഹനങ്ങൾ ഒരാടംപാലം, ഏറാന്തോട്, തരകൻ സ്കൂൾ റോഡ് വഴിയാണ് വരേണ്ടതെന്നും അധികൃതർ അറിയിച്ചു. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്തെ കുഴികൾ അടക്കുന്നതിനും ഇവിടത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും 60 മീറ്റർ നീളത്തിലും 9 മീറ്റർ മുതൽ 15 മീറ്റർ വരെ വീതിയിലുമാണ് ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്നത്. റോഡിന്റെ പ്രതലത്തിൽ ആദ്യം GST നിരത്തി ഉറപ്പുവരുത്തും. തുടർന്ന് മെറ്റൽ വിരിച്ച് ഇന്റർലോക്ക് കട്ടകൾ പതിക്കും. റോഡിന് വശത്തെ വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്ന ഡ്രെയിനേജിലെ തടസ്സങ്ങൾ നീക്കവും ചെയ്യും. മലപ്പുറം മേൽമുറിയിലെ കരാറുകാരാണ് പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. 22 ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് നടത്തുക. ഇതേസമയം അങ്ങാടിപ്പുറം വഴിയുള്ള ഗതാഗതം നിരോധിച്ചതോടെ യാത്രക്കാർ വലഞ്ഞു. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് അറിയാത്തവർ അങ്ങാടിപ്പുറത്ത് കുടുങ്ങി. പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് ഗതാഗത സംവിധാനം ഒരുക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ആ വർക്ക് ഞങ്ങൾ കണ്ടു, പക്ഷേ ഞങ്ങൾക്ക് എന്ന് തന്നെ പ്രശ്നമാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് ചെയ്ത് കിട്ടിയാൽ വളരെ ഉപകാരം. ജനങ്ങളുടെ ഒത്തിരി ഭാഗം ബുദ്ധിമുട്ട് റോഡ് നടക്കുന്നുണ്ട്. സർക്കാർ ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്ത് എത്രയും പെട്ടെന്ന് ചെയ്തു തരണം. അതാണ് നമ്മുടെ ആവശ്യം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കാരണം യാത്രക്കാരെ പോലെ ദുരിതം സഹിക്കുകയാണ് ഇവിടുത്തെ വ്യാപാരികളും. ഈ പ്രശ്നത്തിന് പരിഹാരമായി വൺവേ സംവിധാനം കൊണ്ടുവന്ന് പരിഷ്കരണം നടപ്പാക്കണമെന്നും ഒരാടംപാലം, മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. കച്ചവടക്കാർക്കാണ് മെയിൻ പ്രശ്നം. ഒരു വണ്ടി ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റും. രാവിലെ മുതൽ 8 മണി മുതൽ പിന്നെ ഉച്ചക്കും വൈകുന്നേരം 6 മണി വരെ ഇവിടെ ബ്ലോക്ക് തന്നെയാണ്. ഇപ്പോൾ ഒരു ആംബുലൻസ് പോയത് നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെയാണ് സ്ഥിതി. അപ്പോൾ ബസ് സ്റ്റോപ്പ് ഇവിടെ അപ്പുറത്ത് 2 ബസ്സും ഇവിടെ 2 ബസ്സും വന്നാൽ പിന്നെ ബാക്കിയുള്ളവർ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് ഇവിടെ നിറയാണ്. പാലത്തിൻ്റെ അവിടെ നിന്നിട്ടും മേലെ നിന്നിട്ടും. അപ്പോൾ ബസ് സ്റ്റോപ്പ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബസ് വേ ആ കുളത്തിൻ്റെ അവിടെ സംവിധാനം ചെയ്തിട്ട് പഞ്ചായത്തോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടവർ അതിനുള്ളൊരു സംവിധാനം കാണുക. അതൊരു പരിഹാരമാവും. വൈലാങ്ങര ഓരോടംപാലം ബൈപ്പാസ് യാഥാർത്ഥ്യമാവണം. എന്നാൽ ഒരു 80% ബ്ലോക്ക് ഇവിടെ തീരും. മറ്റുള്ള ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ എത്രയും പെട്ടെന്ന് തീർത്തുകയാണെങ്കിലും ഇതിൻ്റെ ബ്ലോക്ക് ഒരുപാട് തീർന്നതാണ്. വ്യാപാരികളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടെ. വ്യാപാരം വളരെ ഹോട്ടലുകളൊക്കെ വളരെ കഷ്ടത്തിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ളതൊരു ശാശ്വതമായ പരിഹാരം വേണം തന്നെയാണ് വ്യാപാരികളുടെ അഭിപ്രായം. ഇവിടുത്തെ ബ്ലോക്ക് തുടങ്ങുന്നത് അങ്ങാടിപ്പുറം മുകളിൽ നിന്നാണ്, മേൽപ്പാലം കൊണ്ടല്ല. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലക്ക് വൺ വേ സിസ്റ്റം എന്നുള്ളൊരു സിസ്റ്റമാണ് ഏറ്റവും മികച്ച മാർഗം. നമുക്ക് തോന്നും ഇത് മേൽപ്പാലം കൊണ്ടാണ് എന്നുള്ളത്. യാതൊരു കാരണവശാലും മേൽപ്പാലം കൊണ്ടല്ല. ഇത് ശരിക്ക് അങ്ങാടിപ്പുറം മുകളിൽ നിന്ന് തുടങ്ങുന്ന ഈ ബ്ലോക്ക് പിന്നെ ബൈപ്പാസ് വരെ എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ സത്യം. അത് ഭരണാധികാരികൾ ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. കാരണം ഞങ്ങളെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രയാസപ്പെട്ട് അങ്ങാടിപ്പുറത്തേക്ക് വരേണ്ട യാതൊരു ആവശ്യം ആൾക്കാർക്കില്ല. മറ്റുള്ള എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ വരെ സമയമാണ്. കച്ചവടക്കാർ കുറച്ച് ബുദ്ധിമുട്ടിലാണ് എന്നുള്ള സത്യം ഭരണാധികാരികൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു അപേക്ഷയാണ്. ഒരു ആത്മാർത്ഥമായിട്ട് ഇതിന് പരിപാടി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ വൺ വേ സമ്പ്രദായം വരണം. നവീകരണം നടക്കുന്ന മണ്ണാർക്കാട് ആനമൂളി റോഡിൽ യാത്ര ദുരിതപൂർണം. ചിറപ്പാടം മുതൽ ആനമൂളി വരെ റോഡ് ചെളിക്കുളമായി. നടക്കാൻ പോലും കഴിയാത്ത വിധം തകർന്ന റോഡിലൂടെയാണ് അട്ടപ്പാടിയിലേക്കുള്ള 100 കണക്കിന് വാഹനങ്ങൾ പോകുന്നത്. മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് നവീകരണത്തിന്റെ ആദ്യഘട്ടമായാണ് ആനമൂളി വരെ നവീകരിക്കുന്നത്. നെല്ലിപ്പുഴ ജംഗ്ഷൻ മുതൽ തെങ്കര വരെ ടാറിംഗ് പൂർത്തിയായി. ഇവിടെ നിന്ന് ചിറപ്പാടം വരെ GSPയും വിരിച്ചു. ചിറപ്പാടം മുതൽ ആനമൂളി വരെ റോഡ് ഇല്ലെന്ന് തന്നെ പറയാവുന്ന സ്ഥിതിയാണ്. 1.5 വർഷം കൊണ്ട് പൂർത്തിയാകേണ്ടിയിരുന്ന നവീകരണം 2 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനായില്ല. മഴയ്ക്ക് മുൻപ് നവീകരണം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നതാണ്. അട്ടപ്പാടിയിലേക്ക് KSRTC തന്നെ 50ലേറെ സർവീസുകൾ നടത്തുന്നുണ്ട്. 25ഓളം സ്വകാര്യ ബസ് സർവീസുമുണ്ട്. തമിഴ്നാടിന്റെ ബസ്സുകളും ഇതുവഴിയാണ് വരുന്നത്. അന്തർ സംസ്ഥാന പാതയുടെ സ്ഥിതി അതീവ ദയനീയമാണ്. വിദ്യാർത്ഥികൾ, പ്രായമായവർ, രോഗികൾ തുടങ്ങിയവർ അനുഭവിക്കുന്ന യാത്രാ ദുരിതം ചെറുതല്ല. മഴ പെയ്താൽ ചെളിക്കുളം, മഴയില്ലെങ്കിൽ പൊടിശല്യവും. ഇതാണ് ഈ ഭാഗത്തെ സ്ഥിതി. അടിയന്തരമായി റോഡ് നവീകരണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഞങ്ങളെന്താ നടക്കാൻ പറ്റില്ല, വേറെ ഒരു ബുദ്ധിമുട്ടില്ല. വണ്ടി പോകാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, തന്നെ പോരാ.
ഒരു ആശുപത്രിയെ കൊണ്ടുപോകണമെങ്കിൽ മരിക്കോടെ എത്തുമ്പോൾ അവസ്ഥ തന്നെ മനുഷ്യന്മാർക്ക് നടക്കാൻ പറ്റില്ല. അതിന് ഒരു വണ്ടി വന്നാൽ സൈഡാകാനൊന്നും പറ്റില്ല. പട്ടാമ്പി നഗരത്തിലെ റോഡ് തകർച്ചയ്ക്കെതിരെ KSUവിന്റെ പ്രതിഷേധം. കുഴികളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ചിത്രമുള്ള വാഴകൾ നട്ട് പ്രതിഷേധിച്ചു. KPCC അംഗം റിയാസ് മുക്കോളി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. KSU പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിലെ റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കുഴികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, മുഹമ്മദ് മുഹസിൻ MLA എന്നിവരുടെ ചിത്രം പതിച്ച വാഴകൾ നട്ടായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാർ റോഡ് ഉപരോധിക്കാനും ശ്രമിച്ചെങ്കിലും ഇവരെ പോലീസ് ഇടപെട്ട് നീക്കി. സമരത്തിന്റെ രൂപം മാറും. ആരിത് പറയുന്നറിയില്ലേ? 57 കാലത്ത് ആലപ്പുഴയുടെ തീരത്ത് പടുത്തുയർത്തിയ പ്രസ്ഥാനം അതാണിതാ. തുടർന്ന് KPCC അംഗം റിയാസ് മുക്കോളി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മൾ കണ്ടതാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം റീൽസാണ് നമ്മൾ കണ്ടത്. ദിനേന രാവും പകലും നമ്മുടെ ഈ നാടിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എത്രമാത്രം റീൽസാണ് നമുക്കിടയിലേക്ക് തന്നത്. ഒരു റീൽസിന് ഏകദേശം 4 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു എന്നൊക്കെയാണ് കണക്ക് വരുന്നത്. ഏതാനും ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഈ നാട്ടിൽ റോഡുമായി ബന്ധപ്പെട്ട റീൽസ് ഉണ്ടാക്കുന്ന ആൾക്കാര് എന്നാൽ ആ റോഡ് തകർന്ന സമയത്ത് ആ ദേശീയപാത ആ കൂരിയാട് തകർന്നപ്പോ ആ തകർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അത് ഞങ്ങളതല്ല, അത് കേന്ദ്രത്തിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തടി തപ്പിയിട്ടുള്ള ചരിത്രം ഈ നാട്ടിൽ നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ടവര്, KP മുഹമ്മദ് ഷാഹിദ് അധ്യക്ഷനായി. സഹൽ അഴകൻ, മുനവീർ ചുണ്ടമ്പറ്റ, PK അനസ്, ശ്രീപ്രിയ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചെത്തല്ലൂർ മുറിയങ്കണ്ണി പൂവത്താണി റോഡ് നവീകരണം മനഃപൂർവ്വം വൈകിച്ച് തച്ചനാട്ടുകരയിലെ ജനങ്ങളെ MLA വഞ്ചിക്കുകയാണെന്ന് ആരോപിച്ച് യൂത്ത് ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി ചെത്തല്ലൂരിൽ ജനകീയ വിചാരണാ യോഗം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K ഹംസ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെത്തല്ലൂർ മുറിയങ്കണ്ണി പൂവത്താണി റോഡ് നവീകരണം അനന്തമായി നീളുന്നത് MLAയുടെയും സർക്കാരിന്റെയും അനാസ്ഥയാണെന്നാരോപിച്ചാണ് ചെത്തല്ലൂർ സെന്ററിൽ MLAക്കെതിരെ ജനകീയ വിചാരണാ യോഗം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K ഹംസ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തിനൊരു ഫലമുണ്ടായിട്ടുണ്ട്. ജൂലൈ 5 പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലെ. ജൂലൈ ആദ്യവാരം ഈ വർക്ക് തുടങ്ങുമെന്ന് ബഹുമാനപ്പെട്ട MLA ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഒരു സംശയമില്ല, അത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയും അലംഭാവമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങളുടെ ചുളക്കുട്ടികൾ സമരവുമായിട്ട് ഏതറ്റം വരെയും പോകും. മുസ്ലിം ലീഗിന്റെ പരിപൂർണ്ണ പിന്തുണ അവർക്കുണ്ടാകും എന്ന് മാത്രമാണ് സാന്ദർഭികമായിട്ട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി റാഫി കുണ്ടൂർക്കുന്ന അധ്യക്ഷനായി. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം വിഷയാവതരണം നടത്തി. മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ മൊയ്തുപ്പു ഹാജി, സെക്രട്ടറി അബ്ദുള്ള ഷാക്കീർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PT സൈദലവി, യൂത്ത് ലീഗ് ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് CP സുബൈർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P മൻസൂർ അലി, ഇല്യാസ് കുന്നുംപുറം, ഉനൈസ് ചെത്തല്ലൂർ, റഷീദ് മുറിയങ്കണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. ഒരിടവേള. വാർത്തകൾ തുടരുന്നു. കുലുക്കല്ലൂർ പുറമത്രയിൽ വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് ഉപേക്ഷിച്ച കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്ക് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നതായി പരാതി. മഴ പെയ്തതോടെ ടാങ്കിൽ വെള്ളം നിറഞ്ഞ് കൊതുക് വളരുന്നതായും കാട് മൂടിക്കിടക്കുന്ന ടാങ്കിന്റെ തറ പാമ്പുകളുടെ ആവാസ കേന്ദ്രമാണെന്നും ടാങ്ക് ഇവിടെ നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഞാൻ ഈ വെള്ള ടാങ്കി കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് പഞ്ചായത്ത് വാർഡ് മെമ്പർക്കും പഞ്ചായത്തിലേക്കും അർജി ഞാൻ കൊടുത്തതാണ്, കൊണ്ടേ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞു, അവരിതിന് പരിഹാരം കണ്ടില്ല. പിന്നെ കഴിഞ്ഞ കൊല്ലം ഈ വാർഡ് മെമ്പറിൻ്റെ ഭർത്താവ് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാന്ന്. ഇതുവരെ വന്നിട്ടില്ല. കൊതു കടിച്ചിട്ട് അതിലേറാണ്, അതിന് മൂടില്ലാത്തതാണ്, അതിൽ വെള്ളം നിറഞ്ഞിട്ട് കൊതുകളാണ് പറ്റി വായിക്കുന്നത്. അതേമാതിരി തന്നെയാണ് അവിടെ അതിൻ്റെ പുറം തേച്ചിട്ടില്ല, പാമ്പ് ചേരി വന്ന് അതിന് മാള കൂടിക്കാണ്, കല്ല് പുഴങ്ങി കിടക്കുന്നുണ്ട്. ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക്
ഒരു അതുമില്ല. എന്നോട് പറഞ്ഞത് എന്താണ്, നിങ്ങൾ പൊളിച്ച് കൊണ്ടിരുന്ന്, പഞ്ചായത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞതാണ് എന്നോട്, നിങ്ങൾ പൊളിച്ചിട്ട് കൊണ്ടിരുന്ന്, എനിക്കല്ല വലിയത്, ഞാൻ ചിലവാക്കിയാൽ നമുക്ക് പൈസ തരുമോ? അങ്ങനെ തരുന്നുള്ള പോലും ഉറപ്പ് വരെ ഞാൻ തരാം. ഇപ്പോൾ ഈ റോഡ് 18 കൊല്ലം കഴിഞ്ഞ് ഈ റോഡ് പണിയെടുത്തിട്ട് ആൾക്കാർ വീണിട്ടാണ് ഇപ്പോൾ അവിടെ ഒരു 5 ലക്ഷം ഉറുപ്പ്യ 6 ലക്ഷം ഉറുപ്പ്യയുടെ ഒരു കട്ട വിരിച്ചത്. ഈ റോഡിന് ഒരു പരിഗണന ചെയ്തില്ല. 8, 9, 7 ഈ 3 വാർഡിന് പോലും പരിഗണിക്കണില്ല, ഒരു അവഗണനയിൽ വിടുകയാണ്. എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല. ജനങ്ങൾ ഇനി വോട്ട് വരുമ്പോൾ ഞങ്ങൾ പരിഹരിക്കാൻ ഇതിന് നിൽക്കുകയാണ്. സപ്ലൈ അല്ല, എത്ര കാലമായിട്ട് വാട്ടർ സപ്ലൈ മുടങ്ങിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഈ കൊതുക് അടിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഈ കൊതുവിൻ്റെ ശല്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പരിഹാരം എന്തായാലും പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ചാനൽ ഇത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ ഇതിന് പരിഹാരം കാണണം. ഞങ്ങൾക്ക് കണ്ടേ പറ്റുള്ളൂ. ഞങ്ങളെ റോഡിൻ്റെ ഈ കാര്യത്തിൽ ഇതിനൊരു പരിഹാരം കാണണം. വേറെ ഒരു പരിപാടി ഞങ്ങൾക്ക് ആവശ്യമല്ല. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും സംയുക്തമായി പട്ടാമ്പി നഗരസഭാ ഹാളിൽ കുട്ടികൾക്കും ബാലനീതി നടപ്പാക്കുന്ന കർത്തവ്യവാഹകർക്കുമായി ബാലനീതി നിയമം ബോധവൽക്കരണ താലൂക്ക് തല അദാലത്ത് സംഘടിപ്പിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രയാസമുള്ള ഈ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ നമ്മൾ കുട്ടികളെ വിശ്വസിച്ച് സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞയക്കുന്ന വഴികൾ, അതോടൊപ്പം തന്നെ സ്കൂളിൽ എത്തിപ്പെട്ടാത്ത സാഹചര്യങ്ങൾ എല്ലാം വളരെ വിഷമകരമാണ്. വീടിനകത്തുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ മുമ്പൊക്കെ കൂട്ടുകുടുംബമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറിയാണ് കുടുംബങ്ങളായി മാറി. അതുകൊണ്ട് തന്നെ ഒരു കുടുംബം പുലരണമെങ്കിൽ അച്ഛൻ്റെയും 2 രക്ഷിതാക്കളുടെ എല്ലാവരുടെയും അധ്വാനം കൊണ്ട് ഇന്ന് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പൊ 2 പേരും ജോലിക്കാരാവും. കുട്ടികള് അവരുടേതായ രീതിയിൽ 2 സെക്ഷനുകളിലായി സംഘടിപ്പിച്ച പരിപാടിയിൽ ബാലനീതി നിയമവും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും എന്ന വിഷയത്തിൽ ജില്ലാ CWC അംഗങ്ങളായ സൗമ്യ എലിസബത്ത് സെബാസ്റ്റ്യൻ, NN പ്രഭ എന്നിവർ സംസാരിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിലെത്തുന്ന രേഖകൾ, റിപ്പോർട്ടുകൾ ഗുണത വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യമെന്ന വിഷയത്തിൽ CWC അംഗം M സേതുമാധവൻ സംസാരിച്ചു. പാലക്കാട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ കേസ് വർക്കർ C രജിത, CWC ADO റീതു രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പരാതികൾ സ്വീകരിച്ചു. CWC പാലക്കാട് ജില്ലാ ചെയർമാൻ MV മോഹനൻ അധ്യക്ഷനായി. തുടർന്ന് പൊതുജനങ്ങൾക്കും കുട്ടികൾക്കുമായി ബോധവൽക്കരണം ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 2 ഹ്രസ്വചിത്രങ്ങളുടെ വീഡിയോ പ്രദർശിപ്പിച്ചു. ബാലവേലയ്ക്കും ബാലഭിക്ഷാടനത്തിനും എതിരെയുള്ള 10 രൂപ, കുട്ടികളിലെ വാഹന ഉപയോഗം തടയുന്നതിനായി തയ്യാറാക്കിയ DL-18 എന്നീ ഹ്രസ്വചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. പാലക്കാട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ TT അനിത, ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ അശ്ലിൻ ഷിബു എന്നിവർ സംസാരിച്ചു. കരിമ്പുഴ പഞ്ചായത്തിലെ 10ാം വാർഡ് വാക്കടപ്പുറം തുമ്പക്കണ്ണി 5 വരമ്പ് ക്രിസ്ത്യൻ പള്ളി റോഡിന്റെ ശോച്യാവസ്ഥയിലും പൂർത്തീകരണം വൈകുന്നതിലും പ്രതിഷേധം. വാർഡ് മെമ്പറും പാർട്ടിയും പ്രദേശത്തെ 20ഓളം കുടുംബങ്ങളെ വാഗ്ദാന ലംഘനം നടത്തി വഞ്ചിച്ചെന്ന പരാതിയുമായി BJP രംഗത്തു വന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തുമ്പക്കണ്ണി 5 വരമ്പ് ക്രിസ്ത്യൻ പള്ളി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാമെന്നും സഞ്ചാരയോഗ്യമാക്കി നൽകാമെന്നുമായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ രുക്മിണി നൽകിയ പ്രധാന വാഗ്ദാനമെന്ന് BJP നേതാക്കൾ പറയുന്നു. എന്നാൽ ഇപ്പോൾ സ്വന്തം സ്ഥലം തന്നെ റോഡ് നിർമ്മാണത്തിന് വിട്ടുകൊടുക്കാതെ വാർഡ് മെമ്പർ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണെന്നും 5 വർഷമായി ഈ റോഡിന്റെ കാര്യത്തിൽ ഒരിടപെടലും മെമ്പർ നടത്തിയിട്ടില്ലെന്നും BJP നേതാക്കൾ ആരോപിക്കുന്നു. തുമ്പക്കണ്ണി 5 വരമ്പ് റോഡിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ റോഡിന്റെ അവസ്ഥ നമ്മൾ കണ്ടു. ഇവിടെ ഏതാണ്ട് 20ഓളം കുടുംബങ്ങൾ താമസിക്കുന്നു. അവർ ഉപയോഗിക്കുന്ന വഴിയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഈ വഴി കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ അവർ വാഗ്ദാനം നൽകിയതാണ് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ഇവിടുത്തെ ആളുകൾക്ക് ഇത് സഞ്ചാരയോഗ്യമാക്കാൻ സാധിക്കും എന്നൊക്കെ അവർ വാഗ്ദാനം നൽകിയിട്ടാണ് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തത്. എന്നാൽ ഈ പറയുന്ന വാർഡ് മെമ്പറുടെ സ്ഥലമാണ് ഇന്ന് ഈ വഴിക്ക് തടസ്സമായി നിൽക്കുന്നത്. ഈ വാർഡ് മെമ്പർക്ക് ധാരാളം സ്ഥലമുണ്ട്. കേവലം ഒരു 1/4 സെൻറ്റ് സ്ഥലം വിട്ടുകൊടുത്താൽ ഈ വഴി പൂർത്തിയാക്കാൻ സാധിക്കും. ആ പ്രവർത്തനം ചെയ്യാതെയാണ് വാർഡ് മെമ്പർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 5 വർഷം സമയമുണ്ടായിട്ടും വാർഡ് മെമ്പർ ഇതിലൊരു പ്രവർത്തനം നടത്തിയിട്ടില്ല. ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഇത് പരിഹരിക്കാൻ മെമ്പറുടെ പാർട്ടിയും തയ്യാറാവണം. അതല്ലാത്ത പക്ഷം ഇവർക്ക് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം BJP ഏറ്റെടുക്കും. തെരഞ്ഞെടുപ്പ് സമയത്ത് റോഡ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങി 5 വർഷമായിട്ടും ഒന്നും ചെയ്യാതെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് മെമ്പർ ചെയ്തതെന്ന് നാട്ടുകാരും കുറ്റപ്പെടുത്തുന്നു.
സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ദുരിതമാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് അവരിത് റോഡ് ശരിയാക്കി തരാം, എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് എല്ലാവരോടും വോട്ട് ചോദിച്ചു. എല്ലാവരും വോട്ടും ചെയ്തു, അവർ ജയിക്കുകയും ചെയ്തു. എന്നിട്ട് ഇത്ര കാലമായിട്ട് അവരുടെ ഇപ്പോൾ സമയം കഴിയാറായി, 5 കൊല്ലം കഴിയാറായി. എന്നിട്ട് ഇതേവരെയൊക്കെ ഈ റോഡിൻ്റെ ഒരു പരിഗണന അവർ ഉപയോഗിച്ചിട്ടില്ല. ഇത് അങ്ങനെ കിടക്കുകയാണ്, ഈ റോഡ് മുമ്പിലത്തെ അതേമാതിരി കിടക്കുകയാണ്. ഇവിടുന്ന് ഒന്ന് സ്കൂളിലേക്ക് പോകുന്നെങ്കിൽ പറ്റില്ല, ഒരു വണ്ടി ഞങ്ങൾക്ക് ഇവിടേക്ക് എത്തില്ല. ഒരാൾ വയ്യായി ആയി കഴിഞ്ഞാൽ എടുത്തും കൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ ഇല്ല. ഇനി മേലെ കൂടെ വരാണെങ്കിലും അത്രയും സാഹചര്യങ്ങളില്ല. ഞങ്ങൾ റോഡിന് വേണ്ടി ഒരുപാട് കാലമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലമായി ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നു. ഇതുവരെ നമുക്ക് നടന്നു കിട്ടിയിട്ടില്ല. പാലത്തിൻ്റെ മുകളിൽ നിന്ന് കുട്ടികൾ വീണിട്ടുള്ള സംഭവങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവരോടും പറയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞാൻ വന്നിട്ട് തന്നെ 10-27 വർഷങ്ങളായി. ആ വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഇതിനൊരു മാറ്റം വന്നിട്ടില്ല. എന്നാൽ ഈ റോഡിനു വേണ്ടി 7 സെന്റ് സ്ഥലം മുമ്പ് വിട്ടു നൽകിയതാണെന്നും സ്വന്തമായി വില നൽകി വാങ്ങിയ സ്ഥലം ഇനിയും അതേ റോഡിനു വേണ്ടി വിട്ടു നൽകാൻ വ്യക്തിപരമായി ബുദ്ധിമുട്ടാണെന്നും വാർഡ് മെമ്പർ രുക്മിണി വ്യക്തമാക്കി. കരുവാക്കാട് ജുമാ മസ്ജിദ് റോഡ് 4.5 വർഷം കൊണ്ട് 17 ലക്ഷം രൂപ വെച്ച് റീടാറിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഇനി റോഡിനാവശ്യക്കാരായ സ്ഥലമുള്ള വ്യക്തികൾ അവിടെ തന്നെ ഉണ്ടെന്നും അവർ സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധരല്ലെന്നും വാർഡ് മെമ്പർ എന്ന നിലയിൽ കരുവാക്കാട് റോഡ് കോൺക്രീറ്റ് ചെയ്തു കൊടുത്ത് ഗതാഗത സൗകര്യം ചെയ്തു നൽകുക മാത്രമാണ് നിലവിൽ തനിക്ക് ചെയ്യാനാകുക എന്നും മെമ്പർ പറഞ്ഞു. അവർക്കുള്ള ഇപ്പോൾ ഉള്ള റോഡ് എന്ന് പറയുന്നത് ഏളംബ്ലാശ്ശേരി കരുവാക്കാട് വഴി വരുന്ന ഒരു റോഡാണ്. അതിൻ്റെ തന്നെ ടാറിംഗ് പണി, കോൺക്രീറ്റ് പണി ഇനിയും കുറച്ച് ചെയ്യാൻ ബാക്കിയാണ്. നമുക്ക് ഇപ്പോൾ അവിടെയുള്ള പഞ്ചായത്തിലെത്തിയ പരാതി പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റ് ബോർഡ് തീരുമാനപ്രകാരം 10 ലക്ഷം രൂപ ഫണ്ട് വരുന്ന മുറയ്ക്ക് വെച്ച് ആ ഗതാഗത സൗകര്യം പുനഃസ്ഥാപിക്കാം എന്ന് തീരുമാനമായിട്ടുണ്ട്. 5 വരമ്പ് ജുമാ മസ്ജിദ് റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് വേണമെന്ന് ആ പ്രദേശവാസികൾ പല പ്രാവശ്യം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ റോഡ് വരണമെങ്കിൽ 2 സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് കൂടി മാത്രമേ വരാൻ സാധിക്കുള്ളൂ. അതിലെ ഒരു ഭാഗം ഞങ്ങളുടെ തന്നെ സ്ഥലമാണ്. നമ്മൾ 5 വരമ്പ് ജുമാ മസ്ജിദ് റോഡ് വരുന്നതിന് വേണ്ടി 7 സെന്റ് സ്ഥലം വിട്ടു നൽകിക്കൊണ്ടാണ് 5 വരമ്പ് ജുമാ മസ്ജിദ് റോഡ് അതേ വന്നത്. ഇനിയും സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലം ഇനിയും അതേ റോഡിന് വേണ്ടി തന്നെ വിട്ടു നൽകുക എന്നത് വ്യക്തിപരമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥലമുള്ള അവിടെ തന്നെ 5 വരമ്പ് ജുമാ മസ്ജിദ് റോഡിലേക്ക് തന്നെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ സ്ഥലമുള്ള വ്യക്തികൾ ആവശ്യക്കാരായ അവർ തന്നെ ഉണ്ട്. അവർ സ്ഥലം വിട്ടുതരാൻ സന്നദ്ധരല്ല. അതുകൊണ്ട് അത് എനിക്ക് വാർഡ് മെമ്പറായ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഫണ്ട് വരുന്ന മുറയ്ക്ക് അവർക്ക് കരുവാക്കാട് റോഡ് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്ത് ഗതാഗത സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത് മാത്രമാണ്. ഓൾ കേരള കാള വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗവും അനുമോദന സദസ്സും എഴുവന്തലയിൽ വെച്ച് നടന്നു. ചെറുമുളയൻകാവ് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് KV ജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഉത്സവങ്ങൾ ജാതിമത രാഷ്ട്രീയത്തിന് അതീതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടക്കാള രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ ഓൾ കേരള കാള വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗവും അനുമോദന സദസ്സുമാണ് ഞായറാഴ്ച എഴുവന്തലയിൽ വെച്ച് നടന്നത്. കവിയും സാമൂഹ്യ പ്രവർത്തകനും കൈലിയാട് ചെറുമുളയൻകാവ് ക്ഷേത്രം പ്രസിഡന്റുമായ KV ജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജാതിമത രാഷ്ട്രീയത്തിന് അതീതമാണ് നമ്മുടെ ഉത്സവങ്ങളെന്നും നാടിൻ്റെ സംസ്കൃതിയെയാണ് ഇത് അടയാളപ്പെടുത്തുന്നതെന്നും KV ജയൻ മാസ്റ്റർ പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ ഒരു വലിയ സംസ്കാരമാണ്, സംസ്കൃതിയാണ്, പാരമ്പര്യമാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് മാറ്റിവെക്കുന്നത്, അടയാളപ്പെടുത്തുന്നത്. ഇത് ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഇത് നമ്മുടെ ഉത്സവങ്ങൾ, നമ്മുടെ കാളവേലകൾ, നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളൊക്കെ കൊയ്ത്തുത്സവങ്ങളാണ്. അത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമാണ്, ഒരു സംശയം വേണ്ട. അടിവരയിട്ടുകൊണ്ട് പറയാം, ജാതി മത രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഉത്സവങ്ങളാണ് നമ്മുടെ കാളവേലകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ വള്ളുവനാട്ടിലെ, പ്രത്യേകിച്ച് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലെ ദേവീക്ഷേത്രങ്ങളിൽ നടന്നു വരുന്ന ഈ കാളവേലകൾ കൊയ്ത്തുത്സവങ്ങളാണ്, ഒരു സംശയവും വേണ്ട. കാർഷിക സമൃദ്ധിയുടെ, കാർഷിക പാരമ്പര്യത്തിൻ്റെ ഈടുവെപ്പുകളായിട്ടാണ് നമ്മൾ കാളവേലകൾ ആഘോഷിക്കുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് ബാലൻ പൊമ്പിലായ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സെക്രട്ടറി കൃഷ്ണദാസ് കണയം, OP വേണു, ശിവശങ്കരൻ, ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഗിരീഷ് പുത്തഞ്ചേരി സ്മാരക പുരസ്കാരം നേടിയ രാജൻ മുളയൻകാവിനെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും
കാളനിർമ്മാണ കലാകാരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വായനോത്സവം നടത്തി. വാടാനാംകുറിശി ALP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ തനത് വിദ്യാഭ്യാസ പരിപാടിയായ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ദശവാർഷികത്തിന്റെ ഭാഗമായാണ് വായനോത്സവം നടത്തിയത്. വാടാനാംകുറിശി ALP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത് അധ്യക്ഷയായി. ഗ്രന്ഥശാല പ്രവർത്തകൻ K. രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്ന, മെമ്പർ രാജേഷ്, PTA പ്രസിഡന്റ് ബഷീർ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, P. നാരായണൻ മാസ്റ്റർ, ശോഭന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വായനാനുഭവ കുറിപ്പ് അവതരണം, ആസ്വാദനക്കുറിപ്പ് അവതരണം, കഥ, കവിതാ അവതരണം, പുസ്തക സംവാദം തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പലത സമ്മാനദാനം നടത്തി. സംഘാടക സമിതി കൺവീനർ C. ജയശ്രീ, PP വിജയൻ, ഷൊർണൂർ BPC ബിന്ദു, സിദ്ദിഖ് മാസ്റ്റർ, K. രാജഗോപാലൻ, സരിത, മിത്ര ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ സമയമാറ്റം മതവിദ്യാഭ്യാസത്തിന് തടസ്സമാകരുതെന്ന് നജീബ് കാന്തപുരം MLA. സമസ്ത പൊതുപരീക്ഷകളിൽ ടോപ്പ്+ നേടിയ വിദ്യാർത്ഥികൾക്ക് പെരിന്തൽമണ്ണ റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. സ്കൂൾ സമയമാറ്റം മതവിദ്യാഭ്യാസ പഠനത്തിന് തടസ്സമാകരുതെന്ന് നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടു. മതബോധമുള്ള ഒരു തലമുറ ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കണമെന്നും MLA പറഞ്ഞു. പെരിന്തൽമണ്ണ മീറാസുൽ അംബിയ മദ്രസ ഹാളിൽ നടന്ന ചടങ്ങിൽ സമസ്ത പൊതുപരീക്ഷയിൽ ടോപ്പ്+ നേടിയ 45 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സുന്നി മഹൽ ഫെഡറേഷൻ സെക്രട്ടറി N. അബൂബക്കർ മാസ്റ്റർ, സലീം ആലിക്കൽ, നൌഷാദ് കളത്തിലക്കര, C. മൊയ്തുട്ടി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ചു. റേഞ്ച് ഭാരവാഹികളായ റസാഖ് ഫൈസി, മുജീബ് റഹ്മാൻ അസ്ലമി, MT കുഞ്ഞിമൊയ്തീൻ, ചേരിയിൽ മമ്മി, ഷെറിൻ ബാബു, മൂസ ബാഗവി, കബീർ പാതാക്കര തുടങ്ങിയവരും പങ്കെടുത്തു. മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനാവസന്തം സംഘടിപ്പിച്ചു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരുടെ പുസ്തക പ്രകാശനവും നടത്തി. മണ്ണാർക്കാട്ടെ എഴുത്തുകാരായ റഷീദ് കുമരമ്പത്തുവിന്റെ പ്രതീയം കാക്കയും, ഇബ്നു അലി എടത്തനാട്ടുകരയുടെ തറുതല, ഫസ്ലിം റഹ്മാന്റെ പ്രണയാക്ഷരങ്ങൾ, PK സലീലിയുടെ ഓർമ്മവരമ്പത്തെ ഓലച്ചൂട്ട്, KT റജീനയുടെ ഓർമ്മ നിറങ്ങൾ എന്നീ പുസ്തകങ്ങൾ KPS പയ്യനടം, GP രാമചന്ദ്രൻ, TR തിരുവിഴാങ്കുന്ന്, MJ ശ്രീചിത്രൻ, പ്രതാപൻ തായാട്ട് എന്നിവർ പ്രകാശനം ചെയ്തു. ലൈബ്രറി ഒരു ദേവാലയമാണെന്നും മതം നോക്കാതെ ഏത് മനുഷ്യർക്കും കയറിച്ചെല്ലാൻ പറ്റുന്നിടമാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. കയറിയിറങ്ങി ആളുകളുടെ പുസ്തകമൊക്കെ സമാഹരിച്ച് 115 പുസ്തകം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഒരു തട്ടുപുറത്ത് 5 ഉറുപ്പിക മാസ വാടകയ്ക്ക് സ്ഥലം വാങ്ങി 3 മാസം 5 ഉറുപ്പിക കൊടുത്തു. പിന്നെ 5 ഉറുപ്പിക കൊടുക്കാൻ പൈസ ഇല്ലാതെ ആ പുസ്തകം ഉണ്ണിക്ക എന്ന് പറയുന്ന കെട്ടിട ഉടമസ്ഥൻ ജപ്തി ചെയ്തു. അങ്ങനെ പരാജയപ്പെട്ട ഒരു ലൈബ്രറി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്ഥാപിച്ച ലൈബ്രറി സ്ഥാപിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. നാട്ടിൽ ലൈബ്രറി ഇല്ലാത്തൊരു സങ്കടമായിരുന്നു അന്ന്. അപ്പം ആ കാലം മുതൽ ലൈബ്രറികൾ മനുഷ്യ വിമോചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ലൈബ്രറി ഒരു ദേവാലയമാണ്. മറ്റു മതദേവാലയങ്ങൾക്ക് പരിമിതി ഉണ്ടല്ലോ. ആ മതക്കാർക്കേ അവിടെ ചെല്ലാൻ പറ്റും, അല്ലെങ്കിൽ മതക്കാരെ അങ്ങോട്ട് പോകും, വിശ്വാസമുള്ളവരെ അങ്ങോട്ട് പോകും. ലൈബ്രറി എല്ലാ മനുഷ്യരുടെയും ദേവാലയമാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് SR ഹബീബുള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M. കൃഷ്ണദാസ്, A. ശ്രീഷ്മ, R. രവിശങ്കർ എന്നിവർ പ്രസംഗിച്ചു. കൗൺസിൽ സംഗമം ജില്ലാ സെക്രട്ടറി PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KS ജയൻ, CT മുരളി, S. കാളിസ്വാമി, O. സാബു, ലൈബ്രറിയൻസ് യൂണിയൻസ് താലൂക്ക് സെക്രട്ടറി വിജയകുമാരി എന്നിവർ പ്രസംഗിച്ചു. തിരശീലയിൽ മിന്നിമറയുന്ന കഥാപാത്രങ്ങളുടെ ചലനങ്ങളും അവയുടെ നിർമ്മാണവും കൂടുതൽ പേർക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ തോൽപ്പാവക്കൂത്തിന് പുതുജീവൻ നൽകുകയാണ് ഒരു കുടുംബം. മണ്ണാർക്കാട് 1 മാസം നീണ്ടു നിൽക്കുന്ന തോൽപ്പാവക്കൂത്ത് ശില്പശാല ഷൊർണൂർ കൂനത്തറ വിശ്വനാഥ പുലവരുടെയും കുടുംബത്തിന്റെയും നേതൃത്വത്തിലാണ് നടത്തുന്നത്. ഹരിഹരി ഗോവിന്ദ ഗോവിന്ദ. ബന്ധമിടത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തുകൊള്ളൂ. മോഷിക വാഹന മോദക ഹസ്തം ചാമരകർണ വിളംബിത സൂത്രം വാരണ രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായകർ പാദ നമസ്തേ.
ഐതിഹ്യങ്ങളിലെ കഥകളും യുദ്ധങ്ങളും വരെ പാവകളെ ഉപയോഗിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ആസ്വാദ്യകരവും ശ്രമകരവുമായ കലയാണ് തോൽപ്പാവക്കൂത്ത്. അവതരിപ്പിക്കുന്ന കഥയിലെ കഥാപാത്രങ്ങളുടെ രൂപങ്ങൾ മൃഗങ്ങളുടെ തോലുപയോഗിച്ച് നിർമ്മിക്കണം. ഈ പാവകൾ ഉപയോഗിച്ചാണ് കഥ പറയുന്നതിനൊപ്പം തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് അവതരിപ്പിക്കുന്നത്. യുദ്ധരംഗങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവതാരകർ ഓടിക്കളയുന്ന സ്ഥിതി വരെ ഉണ്ടാകും. ക്ഷേത്രങ്ങളിലെ കൂത്തുമാടങ്ങളിൽ ഒതുങ്ങി നിന്നത് കാരണം പുതിയ തലമുറയ്ക്ക് തോൽപ്പാവക്കൂത്ത് അത്ര പരിചിതമല്ല. രാഘവ ഇതേ ദിനം രാമരാവണ യുദ്ധമാകിലും ഇതേമാതിരി ആരും യുദ്ധം ചെയ്തിരിക്കുന്നതില്ല. ഇനി ചെയ്യവൻ കൂടാതെ അത്തിനെയും ഘോര യുദ്ധം ചെയ്യലാം. മുന്നേ ഭൂലോക യുദ്ധം, ഇനി ആകാശ യുദ്ധം, ഇനി പാതാള അതുകൊണ്ട് തന്നെ കൂത്തിന്റെ വേദികൾ കുറഞ്ഞു വരികയാണ്. പുതിയ തലമുറക്കാരും ഇതിലേക്ക് വരുന്നില്ല. ഒരു കാലത്ത് അരങ്ങ് വാണിരുന്ന കലാരൂപത്തെ പുതിയ കാലത്തിനും പ്രിയപ്പെട്ടതാക്കിയാലേ കൂത്തും നിലനിൽക്കൂ എന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു ശില്പശാല ഒരുക്കാൻ കാരണമെന്ന് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും തോൽപ്പാവക്കൂത്ത് കലാകാരനുമായ ഷൊർണൂർ പൂനത്ര വിശ്വനാഥ് പുലവർ പറഞ്ഞു. മറ്റ് പുരാണങ്ങളിലുള്ള തർക്കം, വേദം, ശാസ്ത്രം, ഇതിഹാസം, യോഗ മുതലായ എല്ലാ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തി വളരെ വിശദമായി അവതരിപ്പിക്കുകയാണ് പതിവ്. പണ്ടുകാലത്തെ ഇതിൽ നിന്നും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ തോൽപ്പാവക്കൂത്ത് കലയിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ തോൽപ്പാവക്കൂത്ത് ക്ഷേത്രങ്ങൾ നടത്തുവാൻ യുവതലമുറ ഇതിൻ്റെ പിന്നിലുള്ള പ്രയത്നം കാരണം തയ്യാറായി വരുന്നില്ല. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ദിവസവും 8-10 മണിക്കൂർ നടന്നിരുന്ന തോൽപ്പാവക്കൂത്ത് ഇന്ന് 2-3 മണിക്കൂറുകളിലേക്കായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊരവസ്ഥയാണ് എന്നുള്ളത്. വിശ്വനാഥിന്റെ ഭാര്യ പുഷ്പലതയുടെ നേതൃത്വത്തിലാണ് മണ്ണാർക്കാട് പരിശീലനം നൽകുന്നത്. ഈ രംഗത്ത് സ്ത്രീകൾ വളരെ കുറച്ചുപേരേ ഉള്ളൂ. തോൽപ്പാവക്കൂത്തിലെത്തിയ ആദ്യത്തെ വനിത കൂടിയാണ് പുഷ്പലത വിശ്വനാഥൻ. തോൽപ്പാവക്കൂത്തിൽ ആദ്യം സ്ത്രീകൾക്ക് ഇതിൽ അലോഡില്ല. സ്ത്രീകൾ പാവം നിർമ്മിക്കില്ല, പുരുഷന്മാർ മാത്രമേ പാവങ്ങൾ നിർമ്മിക്കാറുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഇതിൽ താല്പര്യം കാണിച്ച് ചെറുപ്പത്തിൽ ചെറിയ ചെറിയ പാവളൊക്കെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വരയ്ക്കും. പാവള കണ്ടിട്ടില്ല, വിവാഹത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പൊ ഈ ചെറുപ്പത്തിലെ ചെറിയ പാവള ചിത്രങ്ങളൊക്കെ താല്പര്യം ഉള്ളതുകൊണ്ട് അവിടെ പോയപ്പോൾ പാവളൊക്കെ കണ്ടപ്പോൾ അതൊരു ഇഷ്ടം. അങ്ങനെ ആദ്യത്തെ സ്ത്രീ പാവക്കൂത്തില് ആദ്യത്തെ സ്ത്രീ എന്ന ഇതില് നമ്മളാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ആദ്യത്തെ സ്ത്രീ പറഞ്ഞിട്ട് ഒരുപാട് പാവളുണ്ടാക്കിയ അവാർഡും വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ മകള് തോൽപ്പാവക്കൂത്തില് ആദ്യത്തെ പെൺകുട്ടി. കൂത്തുമാടത്തിൽ പോയിട്ട് സ്ത്രീകൾ കൂത്ത് പറയാറില്ല. ഒരു 10 വയസ്സ് ഒരുമല പോലെ തന്നെ 10 വയസ്സിന് ചോദിക്കും. അതുപോലെ കുറച്ച് ഏജായിട്ടും പോകാറില്ല. 10 വയസ്സ് വരെ മാത്രം. അത് നമ്മുടെ മോള് മാത്രമേ പോയിട്ടില്ല, ഇവരാരും പോയിട്ടില്ല. ക്ഷേത്രകല എന്നതിനപ്പുറം രാമായണ കഥകൾ, സ്വാതന്ത്ര്യ സമരം, ഈ അടുത്ത കാലത്തായി ബോധവൽക്കരണം തുടങ്ങി വിവിധ മേഖലകളിലേക്ക് തോൽപ്പാവക്കൂത്ത് ഇതിനകം കടന്നിട്ടുണ്ട്. ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ തോൽപ്പാവക്കൂത്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിശ്വനാഥ് പുലവരുടെ മകൻ ബിപിൻ പുലവർ പറഞ്ഞു. ഇവിടെ ക്ഷേത്ര ആചാര അനുഷ്ഠാന കലാരൂപമായി മാത്രം നിലനിന്നൊരു സമയമുണ്ട്. എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയ തോൽപ്പാവക്കൂത്ത് അവിടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി കുറേ കാലങ്ങളായി തന്നെ ഉപയോഗിക്കുന്നു. ഞാൻ ചൈന, തായ്ലാൻഡ്, സൗത്ത് കൊറിയ മുതലിയ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തത് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് തോൽപ്പാവ നിർമ്മാണം പഠിപ്പിച്ചു കൊടുക്കാനാണ്. ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ചൈനയിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. അവിടെ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തോൽപ്പാവ നിർമ്മാണം പഠിപ്പിക്കാൻ വേണ്ടി എന്നെ ക്ഷണിക്കുകയുണ്ടായി. അവിടെ ചെന്ന് ആ കുട്ടികൾക്ക് പാവ നിർമ്മാണത്തിൻ്റെ ബേസിക്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പാവകൾ ചലിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കത്രിക ഉപയോഗിച്ചൊരു പാവകൾ കട്ട് ചെയ്യേണ്ടത് എന്ന് അവർ പറഞ്ഞത് കാണുമ്പോൾ അവിടെ ടീച്ചേഴ്സ് അതിനെ കാണുന്നത് അവർ ഡെവലപ്മെൻറ്റ് ഇൻ മോട്ടോർ സ്കിൽസ് അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് എബിലിറ്റീസ് അതെന്താണ് അവർക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. പെരിന്തൽമണ്ണ റോട്ടറി ക്ലബിന്റെ 2025-2026 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ MP മോഹൻദാസ് മേനോൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിലാണ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നത്.
റോട്ടറി ക്ലബ്ബ് പെരിന്തൽമണ്ണയിൽ പുതിയ സാമൂഹ്യ സേവന പദ്ധതികളും നടപ്പാക്കും. പെരിന്തൽമണ്ണ റോട്ടറി ക്ലബിന്റെ 38ാമത് വർഷത്തെ പുതിയ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയുമാണ് തെരഞ്ഞെടുത്തത്. പ്രസിഡന്റ് ഡോക്ടർ വിജയ് സ്ഥാനാരോഹണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2025-2026 വർഷത്തേക്കുള്ള പുതിയ പ്രസിഡന്റായി ഡോക്ടർ കാസിം കൊളക്കാടിനെയും സെക്രട്ടറിയായി വി പ്രസാദിനെയും തിരഞ്ഞെടുത്തു. റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ പുതിയ പ്രസിഡന്റും സെക്രട്ടറിയും സ്ഥാനമേറ്റു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ MV മോഹൻദാസ് മേനോൻ പങ്കെടുത്ത ചടങ്ങിലാണ് സ്ഥാനാരോഹണം നടന്നത്. 1905 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നും റോട്ടറി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വേൾഡിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റീസൺ ഉണ്ടാവും. ആ റീസണിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രൈസിസ് മാനേജ്മെന്റ് ആണ്. ഒരു റോട്ടേറിയൻ, ഒരു റോട്ടറി ആൻ, ഒരു റോട്ടറി അനറ്റ് ഈ ഓർഗനൈസേഷനിൽ നിന്ന് പഠിക്കുന്ന ഏറ്റവും വലിയ ലെസൺ എന്ന് പറയുന്നത് ക്രൈസിസ് മാനേജ്മെന്റ് ആണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരു പക്ഷേ ഏത് സമയത്തും ഐ മേ ബി എ സക്സസ്ഫുൾ ഡോക്ടർ, ഐ മേ ബി എ ലീഡിംഗ് ഡോക്ടർ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടുമോറോ വൺ സ്മോൾ മിസ്റ്റേക്ക് ഈസ് ഇനഫ്, ദ എൻറ്റയർ സിനാറിയോ വിൽ ചേഞ്ച്. സോ ദ ക്രൈസിസ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ കൂടെ കടന്നു വരുന്ന സാധനമാണ് ക്രൈസിസ്. സോ ഈ ക്രൈസിസ് മാനേജ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ നമ്മൾ പഠിച്ച പാഠപുസ്തകങ്ങൾ, നമ്മുടെ കയ്യിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് മതിയാവില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, അതായത് നമ്മുടെ റിലേഷൻഷിപ്പ്, ബ്ലഡ് റിലേഷൻഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും തിക്കായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ റിലേഷൻഷിപ്പ് ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരിക. അതാണ് റോട്ടറി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ പുതിയ സെക്രട്ടറിയും പ്രസിഡന്റും സ്ഥാനമേറ്റ ശേഷം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഡയറക്ടർമാരും ചുമതലയേറ്റു. റോട്ടറി കോഴിക്കോട് സോണൽ കോർഡിനേറ്റർ ഡോക്ടർ പ്രവീൺ രാമനുണ്ണി, അസിസ്റ്റന്റ് ഗവർണർ M ഷാനവാസ്, ഗവർണേഴ്സ് ഗ്രൂപ്പ് റെപ്രസെൻറ്റേറ്റീവ് GG തോമസ്, പെരിന്തൽമണ്ണ റോട്ടറി മുൻ സെക്രട്ടറി KK കുര്യാക്കോസ്, പ്രോഗ്രാം കോർഡിനേറ്റർ PR നരേന്ദ്രദേവ്, അഡ്വക്കേറ്റ് റഷീദ് പൂത്തക്കാടൻ, ലിയാഖത്ത് അലി ഖാൻ, KT ഹംസ, അസ്കർ ഷെയ്ഖ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം മികച്ച പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ റോട്ടേറിയന്മാരെ ചടങ്ങിൽ അനുമോദിച്ചു. പെരിന്തൽമണ്ണയിൽ റോട്ടറി ക്ലബ്ബ് ഈ വർഷം നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതികൾ പുതിയ പ്രസിഡന്റ് ഡോക്ടർ കാസിം കൊളക്കാടൻ വിവരിച്ചു. അടുത്ത വർഷം ആൾറെഡി നമ്മളൊരു വലിയ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണിച്ചു, നമ്മൾ ജൂബിലി റോഡ് ജംഗ്ഷൻ റൗണ്ട്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഡിസ്ട്രിക്ട് പ്രയോറിറ്റിയിൽ പ്രകൃതിപരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇറങ്ങേണ്ടതുണ്ട്. പിന്നെ മെഡിക്കൽ രംഗത്ത് കുറച്ച് ക്യാമ്പുകൾ, പരിപാടികൾ, പബ്ലിക്കിന് ഹെൽപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. നഗരസഭയുമായി സഹകരിച്ച് വിവിധയിടങ്ങളിൽ ബ്യൂട്ടി സ്പോട്ടുകൾ ഒരുക്കുന്നതിന് പുറമെ മറ്റ് വിവിധ സാമൂഹ്യ സേവന പദ്ധതികളും നടപ്പാക്കും. ലഹരിക്കെതിരെ സ്കൂൾ, കോളേജുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. 50 യുവതീ-യുവാക്കൾക്ക് നൈപുണ്യ വികസന പരിശീലനം, ഗ്രാമീണ മേഖലയിൽ സൗജന്യ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പുകൾ, ആരോഗ്യം, പരിസ്ഥിതി, സോഫ്റ്റ് സ്കിൽ പരിശീലനം തുടങ്ങിയ പദ്ധതികളാണ് റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ. ചെർപ്പുളശ്ശേരി MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 38ാമത് ഗോൾഡൻ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നറുക്കെടുപ്പിന്റെ ഭാഗ്യശാലികളെ തെരഞ്ഞെടുത്തു. 6 പേർക്ക് ഡയമണ്ട് ആഭരണങ്ങളാണ് സമ്മാനമായി നൽകിയത്. 38 വർഷമായി ചെർപ്പുളശ്ശേരിക്ക് സുവർണ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗോൾഡൻ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗ്യശാലികളെയാണ് ഞായറാഴ്ച തിരഞ്ഞെടുത്തത്. ജനുവരി 18 മുതൽ മെയ് 31 വരെ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്ത ഉപഭോക്താക്കളിൽ നിന്നും തിരഞ്ഞെടുത്ത 6 ഭാഗ്യശാലികൾക്കാണ് MA സൺസ് ഡയമണ്ട് ആഭരണങ്ങൾ സമ്മാനമായി നൽകിയത്. നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് 1ാം സമ്മാനമായി ഒരാൾക്ക് ഒരു ഡയമണ്ട് നെക്ലേസും, 2ാം സമ്മാനമായി 2 പേർക്ക് 18 കാരറ്റ് നെക്ലേസുകളും, 3ാം സമ്മാനമായി 3 പേർക്ക് ഡയമണ്ട് റിങ്ങുകളുമാണ് നൽകുന്നത്. ചടങ്ങിൽ മദ്ദള കലാകാരൻ ചെർപ്പുളശ്ശേരി ശിവൻ, മജീഷ്യൻ ഷംസുദ്ദീൻ ചെർപ്പുളശ്ശേരി, നഗരസഭാ കൗൺസിലർ VP ഷമീജ് തുടങ്ങിയവർ അതിഥികളായി.
നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനത്തിനായി ശ്രീകൃഷ്ണപുരം സ്വദേശി അമൃതയെയും രണ്ടാം സമ്മാനത്തിനായി മൈമൂന ചെർപ്പശ്ശേരി, അൻഷിബ് വീരമംഗലം എന്നിവരെയും മൂന്നാം സമ്മാനത്തിനായി ഇഷ്ഫ ഫാത്തിമ പത്തംകുളം, ഐമ ഹനൂൻ ചെർപ്പശ്ശേരി, ഷാജി MT എന്നിവരെയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. 38ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഗോൾഡൻ ആനിവേഴ്സറി ഓഫേഴ്സിൻ്റെ സമാപന ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത്. അപ്പോൾ അതിൽ ഒന്നാം സമ്മാനമായ ഡയമണ്ട് നെക്ലസ് വിജയി അമൃത P, ശ്രീകൃഷ്ണപുരം. രണ്ടാം സമ്മാനമായ 18 കാരറ്റ് നെക്ലസിൻ്റെ 2 പ്രൈസുകൾ, ഒന്ന് മുഹമ്മദ് അൻഷിഫ്, അതേപോലെ മൈമൂന. മൂന്നാമതായി 3 ഡയമണ്ട് റിംഗ് വരുന്നത് ഐമ ഹനൂൻ ചെർപ്പശ്ശേരി, സജി MT മുഴയിൽ ഹൗസ്, ഇഷ്ഫ ഫാത്തിമ പത്തംകുളം. ആദ്യമായി ഈ 6 വിജയികൾക്കും ഞങ്ങളെ മാനേജ്മെൻറ്റ് സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു അഭിനന്ദനങ്ങൾ. തുടർന്നും ഇക്കാലം അത്രയും ഞങ്ങളോട് സഹകരിച്ച കസ്റ്റമേഴ്സിനോട് ഒരുപാട് നന്ദി. പുതുമയാർന്ന ഓഫേഴ്സും അതേപോലെ പുതുമയാർന്ന കളക്ഷൻസിനുമായി വീണ്ടും MSNs നിങ്ങളുടെ മുന്നിലെത്തും. MSNs ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർമാരായ മുഹമ്മദ് കുട്ടി, ഷാഹിൻ ഷാ, സൗഫാൻ തുടങ്ങിയവരും മറ്റ് മാനേജർമാരും സ്റ്റാഫും ചടങ്ങിൽ പങ്കെടുത്തു. പ്രൗഢഗംഭീരമായ പരിപാടികളോടെ പെരിന്തൽമണ്ണ NTC ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ 38ാമത് കോൺവക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. നജീബ് കാന്തപുരം MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികാസത്തിനും പ്രാധാന്യം നൽകിയുള്ള കാലത്തിന് അനിവാര്യമായ കോഴ്സുകളാണ് NTC നൽകുന്നതെന്ന് നജീബ് കാന്തപുരം MLA അഭിപ്രായപ്പെട്ടു. 38 വർഷമായി ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ അക്കാദമിക് നിലവാരത്തിലും കലാകായിക രംഗങ്ങളിലുമെല്ലാം മുന്നേറുകയാണ് NTC ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മലബാറിലെ തന്നെ മുൻനിരയിലുള്ള സ്ഥാപനങ്ങളിലൊന്നാണ് NTC കോളേജ്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി NTCയുടെ 8 സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. NTC ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ 38ാമത് കോൺവക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. പെരിന്തൽമണ്ണ, മലപ്പുറം, കോട്ടക്കൽ, മഞ്ചേരി, ചെറുപ്പശ്ശേരി, പട്ടാമ്പി എന്നീ ബ്രാഞ്ചുകളിൽ നിന്നും IT വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ 150 പേർക്ക് കോൺവക്കേഷൻ പ്രോഗ്രാമിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നജീബ് കാന്തപുരം MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ വലിയൊരു ശൃംഖല തന്നെ വളർത്തിയെടുക്കാൻ NTC കോളേജിന് സാധിച്ചിട്ടുണ്ടെന്ന് നജീബ് കാന്തപുരം MLA അഭിപ്രായപ്പെട്ടു. നൈപുണ്യ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന കാലമാണിത്. അത്തരത്തിൽ കാലത്തിന് അനിവാര്യമായ കോഴ്സുകളാണ് NTC നൽകുന്നതെന്നും MLA പറഞ്ഞു. വലിയ തോതിൽ റോബോട്ട് റേറ്റുകൾ വർദ്ധിക്കുന്നു. കാരണം കുട്ടിയുടെ സർട്ടിഫിക്കറ്റിനല്ല ഇനിയുള്ള കാലത്ത് കുട്ടിയുടെ നൈപുണ്യത്തിനാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സ്കിൽ സെറ്റാണ് ഇനി സംസാരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ നേടുന്ന സ്കിൽ സെറ്റാണ്. അപ്പൊ ഒരു സ്കിൽ സെറ്റ് തന്നെ വിദ്യാഭ്യാസമാക്കി മാറ്റിയ ഒരു രീതിയിലാണ് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള കോഴ്സുകളാണെങ്കിലും മറ്റുള്ള കോഴ്സുകളാണെങ്കിലും ഡിസൈൻ ചെയ്യപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടൊരു കാലത്തെ ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഡിമാൻഡുള്ള നമ്മള് വലിയ തോതിലുള്ള ഒരു കാര്യം, ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് ഇൻഡസ്ട്രി കണക്ട് ഇല്ല എന്നുള്ളതാണ്. ജീവിതം സെറ്റാവണം, ഇതാണ് കുട്ടികളുടെ താല്പര്യം. അപ്പൊ അങ്ങനെ ഒരു താല്പര്യത്തെ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള വളരെ നേരത്തെ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയാണ് NTC അതിന്റെ ചൈത്രയാത്ര തുടങ്ങിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലെയും കവർ ചെയ്യുന്ന തരത്തിലേക്ക് NTC വളർന്നിരിക്കുന്നു. ഇന്ന് അതിന്റെ ഭാഗമായി 150-ലേറെ കുട്ടികൾ പുതിയ അവരുടെ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഏറ്റുവാങ്ങുമ്പോൾ അത് ഈ നാടിന്റെ ഒരു ശക്തിയായും ഒരു വരുമാന സ്രോതസ്സിന്റെ ഓപ്പണിംഗ് ആയും ഞാൻ കാണുകയാണ്. NTC ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ A. അബ്ദുൽ മജീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
വിദ്യാർത്ഥികളിൽ സാമൂഹ്യ സേവനം വളർത്തുന്നതിൻ്റെ ഭാഗമായി NTC രൂപം നൽകിയ ബ്ലഡ് ഡൊണേഴ്സ് ഫോറത്തിൻ്റെ ഉദ്ഘാടനം ബ്ലഡ് ഡൊണേഴ്സ് കേരളയുടെ പെരിന്തൽമണ്ണ താലൂക്ക് സെക്രട്ടറി M. കൃഷ്ണദാസ് ചടങ്ങിൽ നിർവഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ K. അൻസുറുവാൻ, ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റ് തലവൻ മുഹമ്മദ് മുസമ്മിൽ, സിനി, അസ്മിൽ, അർഷിദ്, സിനാൻ തുടങ്ങിയവർ സംസാരിച്ചു. പഠിച്ചിറങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും തൊഴിൽ നൽകുക എന്നതാണ് പെരിന്തൽമണ്ണ NTC ടെക്നിക്കൽ കോളേജ് ലക്ഷ്യമാക്കുന്നത്. 7 ബ്രാഞ്ചുകളിലായി ടെക്നിക്കൽ, കമ്പ്യൂട്ടർ വിഭാഗങ്ങളിൽ 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതിനൂതനമായ സംവിധാനങ്ങളോടുകൂടിയ പ്രാക്ടിക്കൽ തിയറി ക്ലാസുകളിലൂടെ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ പ്രമുഖ കമ്പനികളുമായി സഹകരിച്ച് വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്തു വരുന്നു. ഇവിടെ പഠിച്ചിറങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും 100% തൊഴിൽ നൽകുക എന്നുള്ളതാണ് NTCയുടെ ലക്ഷ്യം തന്നെ. കേരള ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള 2 വർഷത്തെ KGC കോഴ്സുകളാണ് ഇവിടെ നടത്തി വരുന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ 2 വർഷത്തെ കോഴ്സുകളും 1 വർഷത്തെ ഹാർഡ്വെയർ കോഴ്സ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് മറ്റ് അനവധി കോഴ്സുകളും ഇവിടെ നടത്തി വരുന്നു. നമ്മുടെ പ്രത്യേകത വീണ്ടും പറയുകയാണ്, പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ നൽകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ കലാവാസനയും വ്യക്തിത്വ വികസനവും വളർത്തുന്നതിന് ഇൻഡസ്ട്രിയൽ വിസിറ്റ്, സ്റ്റഡി ടൂർ, ഈദ് മെഹന്തി ഫെസ്റ്റ്, ഓണം, ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻസ്, ആർട്സ് ഡേ, സ്പോർട്സ്, ഗെയിംസ്, സെൽഫ് മോട്ടിവേഷൻസ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, മോക്ക് ഇൻ്റർവ്യൂസ് തുടങ്ങിയവയും എല്ലാ വർഷങ്ങളിലും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. മികച്ച തൊഴിൽ പരിശീലനത്തിലൂടെ യുവതലമുറയ്ക്ക് തൊഴിൽ നൽകിയതിന് 2007 നാഷണൽ അവാർഡും ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 37 വർഷത്തെ സേവനത്തിലൂടെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയതിന് വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ മെമ്പർഷിപ്പും ഓണററി ഡോക്ടറേറ്റും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ NTC മജീദിന് ലഭിച്ചിരുന്നു. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരമുള്ള SSLC, +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന 2 വർഷത്തെ ടെക്നിക്കൽ കോഴ്സുകളും കേരള ഗവൺമെൻറ് അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകളുമാണ് NTCയിൽ പഠിപ്പിക്കുന്നത്. ഷോർട്ട് ന്യൂസ്. അഖില കേരള എഴുത്തച്ഛൻ സമാജം എഴുവന്തല യൂണിറ്റ് കുടുംബസംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PR സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം എഴുവന്തല യൂണിറ്റ് കുടുംബസംഗമവും അനുമോദന സദസ്സുമാണ് ഞായറാഴ്ച നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് M. ബാബു മാസ്റ്റർ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി VA രവീന്ദ്രൻ വിവിധ പരീക്ഷകളിൽ വിജയിച്ച സമാജ അംഗങ്ങളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. യൂണിറ്റിന്റെ കുടുംബ വിവരങ്ങളുടെ ഫാമിലി ഡാറ്റാ ബുക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് R. ഉണ്ണികൃഷ്ണൻ പ്രകാശനം ചെയ്തു. ജില്ലാ ട്രഷറർ MC. ഗോപാലകൃഷ്ണൻ സമാജത്തിന്റെ പ്രവർത്തനങ്ങളെയും അവകാശങ്ങളെയും കുറിച്ച് വിശദീകരിച്ചു. യൂണിറ്റ് സെക്രട്ടറി CV. രാജേഷ്, വൈസ് പ്രസിഡന്റ് A. ശ്രീനാരായണൻ, V. റീജ, രക്ഷാധികാരികളായ P. കുഞ്ഞനെഴുത്തച്ഛൻ, P. പ്രതാപൻ, യൂണിറ്റ് ട്രഷറർ NP. ബിജുമോൻ, യൂണിറ്റ് മുഖ്യ രക്ഷാധികാരി K. രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രശ്നോത്തരി, സംവാദം, കലാപരിപാടികൾ എന്നിവയും നടന്നു. അങ്കണവാടി വർക്കേഴ്സ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം പ്രോജക്ട് സമ്മേളനം നടന്നു. CITU ഏരിയ പ്രസിഡന്റ് M. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി K. ജയദേവൻ, CITU ഡിവിഷൻ സെക്രട്ടറി P. K. ശശിധരൻ, P. അരവിന്ദാക്ഷൻ, ശ്രീലത, B. സരള, B. രാജേഷ്, പങ്കജവല്ലി, K. ഓമന, ആശ എന്നിവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി K. ആശ, സെക്രട്ടറിയായി K. ഓമന എന്നിവരെ തെരഞ്ഞെടുത്തു. ഇത്തരത്തിലുള്ള നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യത്തെമ്പാടുമുള്ള തൊഴിലാളികൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ ജൂലൈ മാസം 9-ാം തീയതി വലിയ ഒരു ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഷൊർണൂർ CSI സെന്റ് പോൾസ് പ്രോ കത്തീഡ്രൽ വികാരിയായിരുന്ന ഫാദർ ഷിനു എബ്രഹാമിനെ അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് കഞ്ചിക്കോട് സഭയിലേക്ക് മാറ്റിയെന്നാരോപിച്ചും തുടർന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത തീരുമാനത്തിൽ പ്രതിഷേധിച്ചും സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും CSI പ്രോ കത്തീഡ്രൽ സഭാംഗങ്ങൾ ആരാധന ബഹിഷ്കരിക്കുകയും പ്രതിഷേധ കൂട്ടായ്മ നടത്തുകയും ചെയ്തു. സൺഷൈൻ ഷൊർണൂർ ഉദ്ഘാടനം ചെയ്തു. CP ജോൺ അധ്യക്ഷത വഹിച്ചു. ജോൺ നൈനാൻ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഡിക്സൺ മാത്യു, ഡെയ്സി ജോർജ്, സുജിൻ സുന്ദർ രാജ്, ജോർജ് തോമസ്,
നിഷ മെൽട്ടൺ, ലെസ്ലി ജോൺ, സുബിൻ സുന്ദർ രാജ്, ഹെൻറി ഹെൻസൺ, ദേവൻ ലിനി ജോർജ്, ലില്ലി ദേവനാഥൻ, റെജി നോൾഡ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 14 വയസ്സുകാരി ആശിർ നന്ദയുടെ ആത്മഹത്യ. എഫ്ഐആറിൽ ഗുരുതര വീഴ്ച. മരിച്ചത് ആൺകുട്ടിയെന്ന് എഫ്ഐആറിൽ. ഇത് കേസ് ദുർബലപ്പെടുത്താനുള്ള ശ്രമമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്നും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി തകർന്ന റോഡിൽ ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് പ്രവൃത്തികൾ. ഇവിടെ വൺ വേ സംവിധാനം കൊണ്ടുവരണമെന്ന് അങ്ങാടിപ്പുറത്തെ വ്യാപാരികൾ. നവീകരണം നടക്കുന്ന മണ്ണാർക്കാട് ആനമൂളി റോഡിൽ യാത്ര ദുരിതപൂർണം. ചിറപ്പാടം മുതൽ ആനമൂളി വരെ റോഡ് ചെളിക്കുളം. 2 വർഷമായിട്ടും നവീകരണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം. പട്ടാമ്പി നഗരത്തിലെ റോഡ് തകർച്ചയ്ക്കെതിരെ പ്രതിഷേധം. കുഴികളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ചിത്രമുള്ള വാഴകൾ നട്ടായിരുന്നു പ്രതിഷേധം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.